അന്തരിച്ച ശ്രീനിവാസൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് എനിക്കറിയുന്ന ദിലീപ് അത് ചെയ്യില്ല. ദിലീപ് 1.5 കോടി പോയിട്ട് 1.5 രൂപ പോലും ഈ ഒരു കാര്യത്തിന് മുടക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് ശ്രീനിവാസൻ എപ്പോഴോ പറഞ്ഞ ഒരു വാക്കും പൊക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ കുറേ ആൾക്കാർ പേട്ടൻ എന്ന് പറയുന്നയാളെ ന്യായീകരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാലോ, ഈ പേട്ടന്റെ കൂടെ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, അതായത് ആ ഒരു വിധി പകർപ്പ് വായിച്ചതിൽ പിന്നെ ഈ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമുക്കൊരിക്കലും എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അയാൾ കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം തന്തയില്ലായ്ക തന്നെയാണ്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പെൺമക്കള് നിങ്ങളുടെ വീട്ടിലൊക്കെ പെൺമക്കളും ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ മനുഷ്യനെ ഇനി പിന്തുണയ്ക്കരുത്. അത്രമാത്രം ക്രൂരതയാണ് ഒരു സ്ത്രീയോട് ആ ഒരാള് അവൻ കൊട്ടേഷൻ കൊടുത്തിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് പൾസർ സുനി എന്ന് പറയുന്ന ഒരുത്തന് മാത്രം ഇത് ചെയ്യാൻ കഴിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഇവിടുന്ന് എല്ലാവരും പറയുന്നത് പോലെ ഈ ദിലീപ് എന്ന് പറയുന്നവരെ നശിപ്പിക്കാൻ ആരാണടോ ഇവിടെ കൊട്ടേഷൻ കൊടുക്കുക? ഈ ദിലീപ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് പ്രശ്നം? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദിലീപിനെ പോലെയുള്ള ആൾക്കാരെ ഗുണ്ടാ സംഘങ്ങളെ സമീപിച്ചിരുന്നു. അതായത് ഗുണ്ടാ സംഘങ്ങളെ ഇവരുടെയൊക്കെ ലൊക്കേഷനിൽ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഈ പൾസർ സുനിക്ക് പോലും 500 രൂപ കൊടുത്തത് ഗുണ്ടാ സംഘങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വൗച്ചറിലായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ പുറത്തു വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും നമുക്ക് ദിലീപ് എന്ന് പറയുന്നയാളെ അതുപോലെ തന്നെ പൾസർ സുനി എന്ന് പറയുന്നവനെ, അവനൊക്കെ എന്ന് പറഞ്ഞ് ഈ ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാ, അവനൊക്കെ എന്ത് ചെയ്യണം എന്നറിയാം. അതായത് അവനൊക്കെ പച്ചയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേണം, അതാണ് വേണ്ടത്. അവനൊന്നും ഇനി ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ ഒരു ഇതിലൊന്നല്ല. ഇപ്പോഴെന്തോ ഭാഗ്യം കൊണ്ട് അവനൊക്കെ ഇത്ര ശിക്ഷ കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ മേൽക്കോടതിയിൽ പോകണം, ഇവറ്റകളെ എല്ലാവരെയും ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റല്ലാതാകുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ നിരന്തരമായിട്ട് നുണ പറയുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അതായത് മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്ന രംഗം, അങ്ങനെയുള്ള രംഗങ്ങൾ കൊണ്ട് ഇയാൾ തന്നെ അപകാശനായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാർട്ടിൻ എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്നിട്ടുള്ള നാടകം, അതായത് മാർട്ടിൻ എന്ന് പറയുന്നവൻ പറയുകയാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തതാണ്, ദിലീപ് പാപമാണെന്ന്. നാണോ മാനോ ഉളുപ്പും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഇവർ പുറത്തു വിടുവോ? അതായത് ഇവരെങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ദിലീപ് എന്താ കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എന്നെ തോളിലിട്ട് ഓരോ കവലകളിലും എനിക്ക് സ്വീകരണം നൽകും എന്നാണ് ദിലീപ് കരുതിയത്. പക്ഷെ ജനങ്ങൾ അത്രത്തോളം മണ്ടന്മാരല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ നല്ല ബുദ്ധിയിലവരാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൺമക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അമ്മമാരുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ദിലീപ് എന്ന് പറയുന്നവനെ നമ്മളാരും പിന്തുണക്കാൻ പാടില്ല. അയാൾ എത്രയോ നല്ല സിനിമകൾ ചെയ്തു, ഓക്കെ ചെയ്തോട്ടെ, അത് എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്യുന്ന ഇമാതിരി തൊട്ടിത്തരത്തിന് ഒരിക്കലും നമുക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, അന്ന് രാത്രി നടി അനുഭവിച്ച ആ ഒരു വേദന, അതായത് അവർ വളരെ മോശമായിട്ട്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഓരോരോ ക്രോസ് വിസ്താരങ്ങളൊക്കെ വരുമ്പോൾ അവര് ശരിക്കും വീണ്ടും അതായത് ഈ പൾസർ തുണി എന്ന് പറയുന്ന മനുഷ്യമൃഗം ചെയ്തതിലും കൂടുതലായിട്ട് അവര് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് എത്രമാത്രം അനുഭവങ്ങൾ ഉണ്ടാകും, അവരെത്രമാത്രം ഈ ഒരു ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരിയെ കാണുമ്പോഴില്ലേ, അവരെ ആ ഒരു പോസിറ്റീവ്നെസ്സും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപമല്ല, അതായത് ഉരുക്ക് വനിത എന്നൊക്കെ പറയുന്നില്ലേ, ഞാൻ പറയുന്ന അതാണ്, ഉരുക്ക് വനിതയാണ്. അങ്ങനെ വേണം, തളർന്നിരിക്കാതെ. അതായത് ഇതിനെതിരെ പോരാടുകയാണ് വേണ്ടത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിത എന്ന് തന്നെയാണ് അവരെ പറയേണ്ടത്. അവരെ ശരിക്കും പറഞ്ഞാൽ എനിക്കെന്തോ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പണ്ടേ ആരോട് തോന്നുന്ന ഒരു പ്രത്യേക സ്നേഹമില്ല, അതാണ് തോന്നുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ കേരളത്തിൻ്റെ മകളാണ്. അതുകൊണ്ടല്ലേ ശരിക്കും സാക്ഷാൽ മുഖ്യമന്ത്രി വരെ അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ വിധിന്യായവും കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ട് ഇവരൊക്കെ ഇമാതിരി തൊട്ടിത്തരം ചെയ്യേണ്ട ഇവൻ്റെയൊക്കെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു കൊടും ക്രിമിനലിനെ കൂട്ടുപിടിച്ചത് വലിയ തെറ്റ്, ഈ കൊടും ക്രിമിനലിനെ സിനിമയിൽ കൊണ്ടുവന്നത് വലിയ തെറ്റ്, കൊടും ക്രിമിനലുമായിട്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയത് വലിയ തെറ്റ്, എന്നിട്ടൊരു ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി തൊട്ടിത്തരം ചെയ്തത്
അതുമാത്രവുമല്ല പിന്നെ പറഞ്ഞിടത്തോളം ആ ഒരു പെൺകുട്ടി അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് ഉള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് പറഞ്ഞ പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതായത് എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇതൊരു കൊട്ടേഷനാണ്, ഞങ്ങളോട് സഹകരിക്കണമെന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളോട് സഹകരിക്കണം. എന്നിട്ടും ഇവനൊക്കെ പല ചാനലുകളിലും പോയിട്ട് ഇവനൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റു പലതിനുമാണോ ഒളിക്യാമറ ദൃശ്യങ്ങൾ വെച്ച് റിപ്പോർട്ടറൊക്കെ ചെയ്തത്? മഹാ തെണ്ടിത്തരെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഈ ബൾസർ ധുനി എന്ന് പറയുന്ന അവനെയൊക്കെ വെച്ചിട്ട് അവനൊക്കെ കാണുന്നത് പോലും നമുക്ക് കഴിയാന്നുള്ള കാര്യം എന്താ പറയുന്നതിന്. എന്നിട്ട് അവൻ്റെയൊക്കെ ഇന്റർവ്യൂ കണ്ട ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ പലതും തുറന്ന് പറയാനും ഇതിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവനെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവനെ പോലെയുള്ള മനുഷ്യ മൃഗങ്ങൾക്ക് ഈ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും ടീമിനെ ഏൽപ്പിച്ച് കൊടുത്തേക്കണം. അവർ ഓടാൻ പറയുമ്പോൾ ടിക്കോ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. കാരണം ഇതിനൊന്നും വിചാരണയോ കാര്യങ്ങളോ, ഇനിയിപ്പോൾ മേൽക്കോടതി പോയ ഇവരെയൊക്കെ ചെലവ് വഹിക്കേണ്ട മൊത്തം പൊതുജനങ്ങളാണ്. ഇവനെ പോലെയുള്ള മൊണ്ണകളുടെ ചെലവ് മുഴുവൻ നമ്മളാണ് വഹിക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ പോലെയുള്ള ആൾക്കാർ, പിന്നെ എന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ആൾക്കാർ, അയാൾക്ക് എങ്ങനെ തോന്നിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയാൾക്കും പെൺകുട്ടികളുള്ളതാണ്, ഭാര്യയുള്ളതാണ്, പക്ഷേ ആ മനുഷ്യന് ഒരു ദയ പോലും തോന്നിയില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേസിന് പോയപ്പോഴാണ്. കേസ് പോകത്തില്ല എന്നൊക്കെയാണ് ഇവർ കരുതിയത്. അങ്ങനെയാണെങ്കിൽ ഈ ദൃശ്യങ്ങളെ നമുക്കിങ്ങനെ ഭയപ്പെടുത്തി പുറത്തേക്ക് വിടാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവരുടെ മനസ്സിൽ. ഏതായാലും അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രൂരമായ സംഭവം തന്നെയാണ്, നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. അതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ദേഷ്യവും അതുപോലെ തന്നെ പ്രതികാരവും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ലാലിനെയും ലാലിൻ്റെ മകനെയും ഒക്കെ പറയുന്നുണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ അതും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു സമൂഹം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട്, അതായത് നിങ്ങൾ എന്താ പറയേണ്ടത്, നിങ്ങൾക്കെതിരെ ഞങ്ങൾ എന്ന് പറയില്ല. എല്ലാവരെയും പൊട്ടന്മാരാക്കാൻ കഴിയോ? ഇപ്പൊ ദിലീപ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, എല്ലാവരെയും പൊട്ടന്മാരാക്കി കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മലയാളികളുടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ പൊട്ടന്മാരാക്കി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇയാൾ എല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് ഇയാൾ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ഇയാൾ തന്നെ അങ്ങ് വെച്ചിരിക്കുകയാണ്. അതാണ് ഇയാളുടെ പരാജയം എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്മാർക്ക് പോലും ഇയാളുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല. അത്രത്തോളം ക്രൂരതയാണ് ഈ മനുഷ്യൻ ചെയ്തത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല നമുക്ക്, എന്നാലും പറയുകയാണ്, അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയോടോ? ഇപ്പോഴ് ശ്രീനിവാസൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, അതും കൊണ്ടാണ് ഇപ്പം എല്ലാവരും നടക്കുന്നത്. ഇന്ന് ഭയങ്കരമായിട്ടുള്ള ചർച്ചയാണ്. ശ്രീനിവാസൻ എപ്പോഴോ ഇതിങ്ങനെ പറഞ്ഞിനിന്ന്. 8 വർഷം മുമ്പ് നമ്മളെല്ലാവരും എന്തിനധികം പറയുന്നത്, ഈ വിധി വരുന്നതിന് മുന്നേ വരെ നമ്മളെല്ലാവരും അത് തന്നെയാണ് കരുതിയത്. പക്ഷെ അതിനുശേഷം മാർട്ടിൻ എന്ന് പറയുന്നവൻ്റെ വീഡിയോ വന്നതും അതുപോലെ തന്നെ വിധി വന്നതൊക്കെ എന്ന് പറഞ്ഞിട്ട് വലിയ തിരിച്ചടി തന്നെയാണ് ദിലീപിന് കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുണ്ട്. ഒരു വലിയ തിരിച്ചടി തന്നെയാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർട്ടിനെ പോലെയുള്ളവനെ, അതായത് ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് കൊണ്ടുവന്നതാണ് ദിലീപിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി എന്നേ ഞാൻ പറയുള്ളൂ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.